എല്ലാവർക്കും നമസ്കാരം. ആം ആദ്മി പാർട്ടിയുടെ കർമ്മധീരരായ സന്നദ്ധ ഭടന്മാർ ഇന്ന് ഈ കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ ഏകദിന ഉപവാസം നടത്തുകയാണ്. നമുക്കറിയാം, രാജ്യത്തെ ജനാധിപത്യം വളരെ മോശമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ജനാധിപത്യത്തിലെ കറുത്ത ദിനം എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു ദിനമായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റും ഡൽഹിയുടെ മുഖ്യമന്ത്രിയുമായ ശ്രീമാൻ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. രാഷ്ട്രീയ പ്രതിയോഗികളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള പഠനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തു വന്നിരുന്ന ആം ആദ്മി പാർട്ടി എന്ന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനെ അറസ്റ്റ് ചെയ്യുന്നു. കേട്ടുകേൾവിയില്ലാത്ത ഒരു നിയമത്തിന്റെ ബലത്തിൽ ജാമ്യം പോലും കിട്ടാത്ത വിധത്തിൽ ഇന്ന് ആ മഹാനായ മനുഷ്യൻ തടവറയിലാണ്. അത് മാത്രമല്ല, ആം ആദ്മി പാർട്ടിയുടെ ശക്തനും കരുത്തനുമായിരുന്ന ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി വരെ ആയിരുന്ന ശ്രീമാൻ മനീഷ് സിസോദിയ, ശ്രീമാൻ സത്യേന്ദ്ര ജെയിൻ എന്നിവരും ഇന്ന് തടവറയിലാണ്. അത്ഭുതമെന്ന് പറയട്ടെ, ആം ആദ്മി പാർട്ടിയുടെ ഇന്ത്യൻ പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെട്ടിരുന്ന ശ്രീമാൻ സഞ്ജയ് സിംഗ് 6 മാസത്തെ കാരാഗൃഹവാസത്തിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് ജയിൽ മോചിതനായത്. ഇവർക്കെല്ലാവർക്കും എതിരെ ആരോപിച്ചിരുന്ന കുറ്റം ഡൽഹിയിലെ മദ്യനയം അഴിമതി നിറഞ്ഞതാണ്. ആ അഴിമതിയിൽ നിന്നും ആം ആദ്മി പാർട്ടിയും ഈ പറയപ്പെട്ട നേതാക്കന്മാരും കോടികൾ സ്വന്തമാക്കി എന്നുള്ള വ്യാജ ആരോപണങ്ങളാണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിന്റെ ഒരു ഉദാഹരണമാണ് ശ്രീമാൻ സഞ്ജയ് സിംഗിന്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ഇഡിയുടെ അഭിഭാഷകനോട് ജഡ്ജി ചോദിച്ചത്, ഈ 6 മാസമായിട്ടും ഇദ്ദേഹത്തിനെതിരെയുള്ള കുറ്റങ്ങൾ തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവുകളും നിങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല, അതുകൊണ്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തരാൻ ചോദിച്ചപ്പോൾ കേസൊന്ന് മാറ്റിവെക്കാമോ, അടുത്ത ആഴ്ച അതിന്റെ മറുപടി പറയാമെന്ന് ഇഡിയുടെ അഭിഭാഷകൻ പറഞ്ഞപ്പോൾ സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞത്, ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ നിങ്ങൾക്ക് ഞാൻ സമയം തരാം. ഈ 2 മണിക്കകം നിങ്ങളുടെ എക്സ്പ്ലനേഷൻ തന്നില്ലെങ്കിൽ ഞങ്ങൾ ഓർഡർ എഴുതും. സഞ്ജയ് സിംഗിന്റെ കേസില്, അദ്ദേഹത്തിന്റെ ജാമ്യ കേസില് ഞങ്ങൾ ഓർഡർ എഴുതുമെന്ന് സുപ്രീം കോടതിയിലെ ജഡ്ജി പറഞ്ഞപ്പോൾ 2 മണിക്ക് ഇഡിയുടെ അഭിഭാഷകൻ ജാമ്യം കൊടുക്കുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞു. ഒന്നോർത്തോളം, കഴിഞ്ഞ 6 മാസമായിട്ട് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ വരുമ്പോഴെല്ലാം അതിനെ ശക്തമായി എതിർത്തുകൊണ്ടിരുന്ന ഇഡിയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിലെ ജഡ്ജി കൃത്യമായി കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ജാമ്യം കൊടുക്കുന്നതിന് തടസ്സമില്ലെന്ന് പറഞ്ഞു. അത് മറ്റൊന്നും കൊണ്ടല്ല, തടസ്സമുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് വാദം കേട്ട് കൃത്യമായ ഒരു വിധി സുപ്രീം കോടതിയിൽ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കള്ളക്കേസ് ചീട്ട് കൊട്ടാരം തകർന്നു പോകുന്ന പോലെ തകർന്നു പോയേനെ. അതറിയാം ഇവിടുത്തെ BJP ഗവൺമെന്റിന്, അതറിയാം ഇവിടുത്തെ ഇഡിയുടെ നേതാക്കന്മാർക്ക്. ഇഡിയുടെ നേതാക്കന്മാരെന്ന് നമുക്ക് വിളിക്കാൻ പറ്റൂ, അവരെ ഒന്ന് ഉദ്യോഗസ്ഥന്മാരായിട്ട് കരുതാൻ ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യം നമ്മളെ സമ്മതിക്കില്ല. കാരണം അവരുമൊക്കെ ഇന്ന് രാഷ്ട്രീയ നേതാക്കന്മാരായി മാറി. അതേ കേസിൽ തന്നെ ബഹുമാന്യനായ മനീഷ് സിസോദിയ 1 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്നു. മനീഷ് സിസോദിയയെ അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ ആം ആദ്മിക്കാർ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അന്ന് ഞങ്ങളൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മനീഷ് സിസോദിയയെ അറസ്റ്റ് ചെയ്തതും മനീഷ് സിസോദിയക്കെതിരെ കേസെടുത്തതിന്റെ പിന്നിൽ വേറെ ചില കളികൾ കൂടി ഉണ്ടായിരുന്നു. കാരണം ഈ രാജ്യം ഭരിക്കുന്ന BJPയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, തന്റെ എതിർ പാർട്ടിക്കാരുടെ MLA-മാരെയും MP-മാരെയും എത്ര കോടികൾ കൊടുത്തും വിലയ്ക്ക് മേടിച്ചുകൊണ്ട് ഭരണം പൊളിക്കുക എന്നൊരു തന്ത്രമുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കർണാടക പോലും നമുക്ക് നോക്കിയാൽ അവിടെയുള്ള MLA-മാരെ കോടികൾ കൊടുത്ത് വിലയ്ക്ക് മേടിച്ചുകൊണ്ട് നിലവിലുള്ള ജനങ്ങൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റിനെ താഴെയിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പല സംസ്ഥാനങ്ങളിലും കണ്ടു. അതുപോലെ ഡൽഹിയില് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഉപപ്രധാനമന്ത്രി കൂടിയായ മനീഷ് സിസോദിയയുടെ പല തരത്തിലും, പല രൂപത്തിലും, പല ഭാവത്തിലും
ഈ BJP-യുടെ നേതാക്കന്മാര് കോടികൾ വാഗ്ദാനം ചെയ്തു. അവരൊന്നേ പറഞ്ഞുള്ളൂ, നിങ്ങൾ ആം ആദ്മി പാർട്ടിയെ പിളർത്തുക, ആം ആദ്മി പാർട്ടിയെ പിളർത്തിയിട്ട് വേറൊരു പ്രസ്ഥാനം രൂപീകരിക്കുക, നിങ്ങളെ അധികാരത്തിൽ വരാൻ ഞങ്ങൾ സഹായിക്കാം, നിങ്ങളെ ഞങ്ങള് ഡൽഹിയിലെ മുഖ്യമന്ത്രിയാക്കാം, നിങ്ങൾക്ക് ഞങ്ങൾ കോടികൾ വാഗ്ദാനം ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോഴും അരവിന്ദ് കെജ്രിവാളിന്റെ കളരിയിൽ നിന്നും രാഷ്ട്രീയം പഠിച്ച മനീഷ് സിസോദിയ, അരവിന്ദ് കെജ്രിവാളിന്റെ കളരിയിൽ നിന്നും രാജ്യം എന്താണെന്ന് പഠിച്ച മനീഷ് സിസോദിയ, അരവിന്ദ് കെജ്രിവാളിന്റെ കളരിയിൽ നിന്നും അഴിമതിക്കെതിരെ എങ്ങനെ പോരാടണമെന്ന് പഠിച്ച മനീഷ് സിസോദിയ അതിന് തയ്യാറായില്ല. അതാണ് ആം ആദ്മി പാർട്ടിയുടെ പന്തലിലുള്ള നേതാക്കന്മാർ. പിന്നെ അതിനകത്ത് ഒരൊറ്റ വഴിയേ ഉള്ളൂ, ED-യുടെ റെയ്ഡ്. നമുക്കറിയാം, ഈ PMLA ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, കള്ളപ്പണം കണ്ടുപിടിക്കാനും കള്ളപ്പണം നിരോധിക്കുവാനും വേണ്ടി, കള്ളപ്പണത്തിനെതിരെ എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. ഒന്ന് ഓർത്തോണം, രാഷ്ട്രീയക്കാരുടെ അഴിമതി, രാഷ്ട്രീയ തലത്തിൽ അഴിമതി കണ്ടെത്താൻ വേറൊരു നിയമം കൂടിയുണ്ട്. ആ നിയമം ഒന്നും നോക്കാതെ ഈ PMLA എന്ന് പറഞ്ഞ ആക്ടിനകത്ത് ചില അമെന്റ്മെന്റുകൾ വരുത്തി. ഈ അമെന്റ്മെന്റുകൾ വന്നപ്പോൾ ഇതുപോലുള്ള രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങളും കൂടെ അതിനകത്തേക്ക്, അതായത് കള്ളപ്പണം വെളുപ്പിക്കുന്ന നിയമത്തിലേക്ക് അഴിമതി നിരോധന നിയമം കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ PMLA ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിന് വേറെ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ഈ PMLA ആക്ട് പ്രകാരം ഒരാളെ തടവിൽ പാർപ്പിച്ചാൽ ജാമ്യം കൊടുക്കേണ്ടെന്ന വകുപ്പ്. സുപ്രീം കോടതി പോലെ പലപ്പോഴും നിസ്സഹായനായി പോകും. മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷകൾ പലതവണ സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നപ്പോൾ ഫാക്ടുകൾ വായിച്ച വിവരമുള്ള ജഡ്ജിമാർ പറഞ്ഞു, ഇത് കോടതിയിൽ വന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് തകർന്നു പോകാനുള്ള കേസുകളേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല, കാരണം നിയമം അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒന്ന് ഓർത്തോണം, നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹികളായ ഒരുപാട് തീവ്രവാദികൾ അടക്കമുള്ളവര് ഇന്ന് ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ കഴിയുന്നുണ്ട്. അവരെ പോലെ രാജ്യത്തിന്റെ നന്മ നോക്കി പ്രവർത്തിച്ച, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ രാജ്യദ്രോഹികൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും കൊടുക്കാതെ ഇന്ന് തലമുറയിൽ അടച്ചിട്ടിരിക്കുമ്പോൾ എന്താണ് ഇവരുടെയൊക്കെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതും നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നാടിന്റെ തന്നെ ഭാഗതയെ നിർണ്ണയിക്കാനുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ വക്കത്താണ്. ഈ പൊതു തെരഞ്ഞെടുപ്പിന് കേളികൊട്ടുയർത്തിയ അതേ ദിവസങ്ങളിൽ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടെ പുറകോട്ട് പഠിക്കണം. കാരണം ഇവിടെ BJP-ക്കെതിരെ പലതരത്തിലുള്ള രീതിയിലുള്ള മുന്നണികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മഹാഗത്ബന്ധൻ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള മുന്നണികൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ മുന്നണികളൊന്നും മുന്നോട്ട് പോകാതെ ശിഥിലമായി പോകുന്ന കാഴ്ച ഇലക്ഷന് മുമ്പ് തന്നെ നമ്മൾ കണ്ടതാണ്. കാരണം ഈ കോടികൾ കൊടുക്കാനുള്ളപ്പോൾ ഈ കോടികൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന പല നേതാക്കന്മാരുമുള്ള പല പ്രസ്ഥാനങ്ങളും ഈ കോടികളുടെ വാഗ്ദാനത്തിൽ മയങ്ങിപ്പോയപ്പോൾ ഈ മുന്നണികളെല്ലാം തകർന്നു പോയി ചരിത്രം കണ്ടു. പക്ഷെ 2024 അങ്ങനെയല്ല. 2024 ഇന്ത്യ സഖ്യത്തെ പൊളിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ഇന്ത്യ സഖ്യത്തിന്റെ മാസ്റ്റർ പ്ലാനായിട്ട് പ്രവർത്തിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ എന്ന കുറിയ മനുഷ്യനാണ്. ഏത് അരവിന്ദ് കെജ്രിവാൾ? കഴിഞ്ഞ 10 വർഷം മുമ്പ് നമുക്ക് പരിചയമില്ലാതിരുന്ന പരിവർത്തൻ എന്ന് പറഞ്ഞൊരു സംഘടനയുടെ IRS-ലെ ഉയർന്ന ഉദ്യോഗം രാജിവെച്ച് ഡൽഹിയിലെ തെരുവുകളിലേക്ക് ഇറങ്ങി ഡൽഹിയിലെ തെരുവിലൂടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പഠിച്ച് അഴിമതിക്കെതിരെയുള്ള പോരാട്ടവുമായി രംഗത്ത് വന്ന അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ആം ആദ്മി പാർട്ടി എന്ന പ്രസ്ഥാനം രൂപീകരിച്ചപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരും ചരിത്ര വിദ്യാർത്ഥികളും ഇദ്ദേഹത്തിന് ഒരു തൊഴിലുമില്ലേ, ആയിരക്കണക്കിന് പാർട്ടികളുള്ള ഈ രാജ്യത്ത് ഇതുപോലെയുള്ള പ്രസ്ഥാനം വന്നാൽ മാസങ്ങൾ കൊണ്ട് പൂട്ടിപ്പോകും, അതും അവിടുത്തെ മുഖ്യമന്ത്രിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അവർക്കെതിരെ മത്സരിച്ചു വന്ന അരവിന്ദ് കെജ്രിവാൾ. ഈ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ ചരിത്ര വിദ്യാർത്ഥികൾ പഠിച്ചതെല്ലാം തെറ്റാണെന്ന് കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ തെളിയിച്ചു. കാരണം നമ്മുടെ ഒരു സംസ്ഥാനത്ത് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വൈദ്യുതി സബ്സിഡിയും, അതായത് സൗജന്യമായിട്ട് 200 യൂണിറ്റ് വരെ വൈദ്യുതിയും അതുപോലെ 20,000 ലിറ്റർ വെള്ളം ഒരു മാസം കൊടുക്കാൻ വിപ്ലവകരമായ മാറ്റങ്ങൾ ഡൽഹിയിൽ വരുത്താൻ ഈ അരവിന്ദ് കെജ്രിവാളിന് സാധിച്ചപ്പോൾ ഇത്തവണത്തെ ഇന്ത്യ മുന്നണിയുടെ മാസ്റ്റർ പ്ലാനായിട്ട് ഈ അരവിന്ദ് കെജ്രിവാൾ വന്നപ്പോൾ എങ്ങനെ എതിർപക്ഷത്തുള്ളവർ ഭയക്കാതിരിക്കും? പലതരത്തിൽ നോക്കി ഈ ഇന്ത്യ മുന്നണിയെ പൊളിക്കാൻ, ഈ ഇന്ത്യ മുന്നണിയുടെ നട്ടല്ലാകുമെന്ന് കരുതിയ ചിലരെയൊക്കെ ചാക്കിലാക്കുവാനായിട്ട് BJP-ക്ക് സാധിച്ചു. പക്ഷേ യഥാർത്ഥത്തിലുള്ള കളികൾ പുറത്തു നടക്കുന്നു. അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരാൾ പുറത്തു നിന്നുകൊണ്ട് ഈ ഇന്ത്യ മുന്നണിയെ നയിച്ചാൽ, ഈ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ തങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് അടക്കി വെച്ചിരിക്കുന്ന ഭാരതത്തിന്റെ ഈ രീതിയിലുള്ള ഭരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഈ BJP മുന്നണിക്ക് പിന്നെയുള്ള ഒരു പിടിവള്ളി അരവിന്ദ് കെജ്രിവാളിനെ ഈ ചിത്രത്തിൽ നിന്ന് മാറ്റുക എന്ന് മാത്രമേ ഉള്ളൂ. അത്രയോളം ലക്ഷ്യമുള്ളൂ.
അല്ലെങ്കിൽ ഈ ഇഡിയുടെ ചോദ്യം ചെയ്യാനുള്ള പേപ്പറുകൾ വന്നിട്ട് പുല്ലുപോലെ വലിച്ചെറിഞ്ഞ അരവിന്ദ് കെജ്രിവാളിനെ നേരത്തെ അറസ്റ്റ് ചെയ്യുവാനോ അദ്ദേഹത്തിനെതിരെ നേരത്തെ ഇതേ നടപടികൾ ചെയ്യാൻ സാധിക്കാതെ ഉള്ളവരല്ല ഇവര്. അവർ അവസാന നിമിഷം വരെ കാത്തിരുന്നു. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ ഇലക്ഷന്റെ മാസ്റ്റർ മൈൻഡായി മാറുമെന്നും അരവിന്ദ് കെജ്രിവാൾ ഇതിന്റെ സ്റ്റാർ കാൻഡിഡേറ്റായി മാറുമെന്നും അരവിന്ദ് കെജ്രിവാൾ ഇതിന്റെ സ്റ്റാർ കമ്പൈനറായി മാറുമെന്നും മനസ്സിലാക്കിയ BJP കൃത്യമായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ ഇല്ലാത്ത കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പക്ഷെ ഇവിടുത്തെ BJP-ക്കാരോട് ഞങ്ങൾ ആം ആദ്മികൾക്ക് പറയാറുണ്ട്, നിങ്ങൾ പുറത്ത് വെച്ച് കണ്ട അരവിന്ദ് കെജ്രിവാൾ അല്ല ജയിലിലുള്ള അരവിന്ദ് കെജ്രിവാൾ. പുറത്ത് വെച്ച് കണ്ട അരവിന്ദ് കെജ്രിവാളിനേക്കാൾ അപകടകാരിയാണ് ജയിലിലുള്ള അരവിന്ദ് കെജ്രിവാൾ. കാരണം ഇന്ന് ആം ആദ്മി പാർട്ടിയെ കുറിച്ച് അറിയാത്തവർ പോലും ആം ആദ്മി പാർട്ടിയെയും അരവിന്ദ് കെജ്രിവാളിനെയും ഈ രാജ്യം മൊത്തം ചർച്ച ചെയ്യുന്ന രീതിയിലാക്കി നിങ്ങളുടെ ആ തടവറ സമ്മാനത്തോടുകൂടി. നിങ്ങൾക്കറിയുമോ, ഇന്ന് ഇന്ത്യ മൊത്തം അരവിന്ദ് കെജ്രിവാളിന്റെ മോചനത്തിന് വേണ്ടി ഉപവാസ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഈ ഭാരതം മുഴുവൻ, ഈ കേരളത്തിൽ പോലും എല്ലാ തെരുവുകളിലും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇതുപോലുള്ള ഉപവാസ സമരങ്ങൾ നടന്നുവെങ്കിൽ നിങ്ങൾ ഇത്രയും നാളും കണ്ട അരവിന്ദ് കെജ്രിവാൾ അല്ല ജയിലിലുള്ള അരവിന്ദ് കെജ്രിവാൾ ഏറ്റവും ശക്തനാണെന്നുള്ള കാര്യം പ്രിയപ്പെട്ട BJP-ക്കാരാ, നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് പഠിക്കണം. നിങ്ങളുടെ വർഗീയ രാഷ്ട്രീയം അവസാനിക്കാൻ പോകുക എന്നുള്ളൊരു ഭീതി നിങ്ങൾക്കുണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ രാജ്യത്തെ സമ്പത്തുകൾ മുഴുവൻ വിറ്റഴിച്ചുകൊണ്ട് രാജ്യസ്നേഹം പറഞ്ഞ് ഇവിടുത്തെ സാധാരണക്കാരനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ രീതി അവസാനിക്കാൻ പോവുകയാണെന്നുള്ള ഭീതി നിങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ ആം ആദ്മി പാർട്ടിക്കാർക്ക് അറിയാം. നിങ്ങൾ ഭയപ്പെടുക തന്നെ വേണം. നിങ്ങൾ ഭയപ്പെടുക തന്നെ വേണം. ആം ആദ്മി പാർട്ടിയുടെ പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹമായ സഞ്ജയ് സിംഗ് പുറത്തു വന്നിട്ട് നടത്തിയ പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും നിങ്ങളൊന്ന് കേൾക്കണം. നിങ്ങൾ പരിശോധിക്കണം. ആം ആദ്മി പാർട്ടി തളരില്ല. ആം ആദ്മി പാർട്ടിയുടെ മന്ത്രി അതിഷി നിയമസഭയിലും അതുപോലെ പുറത്തു വെച്ച് നടത്തിയ പത്രസമ്മേളനങ്ങള് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ കോടികൾ കൊണ്ടൊന്നും ഞങ്ങളുടെ കണ്ണ് മഞ്ഞളിക്കില്ല BJP-ക്കാരാ. നിങ്ങൾ ഇലക്ട്രൽ ബോർഡിലൂടെ 6000-ഓളം കോടി സമ്പാദിച്ചു വെച്ച് നിങ്ങൾ ഈ കോടികൾ കൊണ്ട് ഇവിടുത്തെ MLA-മാരെയും MP-മാരെയും എത്രയെണ്ണത്തിന് വിലയ്ക്ക് മേടിച്ചാലും യഥാർത്ഥ ആം ആദ്മി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു യഥാർത്ഥ ആം ആദ്മിക്കാരനെ നിങ്ങൾക്ക് ഒരിക്കലും വിലയ്ക്ക് മേടിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയടിക്കുവാൻ ഇവിടുത്തെ ഓരോ ആം ആദ്മിക്കാരനും പ്രതിജ്ഞാബദ്ധരാന്നുള്ള കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ കേസിന്റെ പിന്നണിയിലുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ഒരു നോട്ടീസ് തയ്യാറാക്കി വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഞങ്ങൾ നോട്ടീസ് കൊടുക്കുന്നുണ്ട്. ഈ നോട്ടീസിൽ എല്ലാ ഫാക്ടുകളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില മൊഴികളുടെ മാത്രം അടിസ്ഥാനത്തിൽ, അതായത് ഒരു എവിഡൻസും ഇല്ല. ആം ആദ്മി പാർട്ടി ഗോവയിലെ ഇലക്ഷന് 100 കോടി രൂപ മുടക്കിയെന്നും ആ മുടക്കിയത് ഈ മദ്യനയത്തിലൂടെയുള്ള കോഴയാണെന്നും നിങ്ങൾ ആരോപിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ MLA-മാർക്ക് ആം ആദ്മി പാർട്ടിക്ക് ഞാൻ 55 കോടിയോളം കൊടുത്തു അല്ലെങ്കിൽ 100 കോടിയോളം കൊടുത്തു എന്ന് ചിലർ പറഞ്ഞതായിട്ട് നിങ്ങൾ ആരോപിക്കുന്നു. പക്ഷെ ദൈവത്തിന്റെ ഒരു അപാരമായ അനുഗ്രഹം എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ അവസാനത്തെ വിജയം എന്ന് പറയുന്നത് പോലെ, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇലക്ട്രൽ ബോണ്ടിന്റെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ഈ ആം ആദ്മി പാർട്ടിക്ക് കൊടുത്തു എന്ന് പറയുന്ന കോടി യഥാർത്ഥത്തിൽ കിട്ടിയത് BJP-ക്ക് എന്നുള്ള കാര്യം പുറത്തു വന്നില്ലേ BJP-ക്കാരാ? അത് മാത്രമല്ല, ആം ആദ്മി പാർട്ടിക്കെതിരെ നാപ്പസാക്ഷിയായുള്ള പിതാവിനെ BJP പാർലമെന്റിലേക്കുള്ള ടിക്കറ്റ് കൊടുക്കുന്നു. എന്ത് വിരോധാഭാസമാണ് BJP-ക്കാരാ? നിങ്ങൾ ആരോപിച്ചതെല്ലാം നിങ്ങൾക്കെതിരെ തന്നെ തിരിഞ്ഞു പോകുന്ന കാഴ്ചയല്ലേ BJP-ക്കാരാ നിങ്ങൾ കാണുന്നത്? എന്നിട്ട് നിങ്ങൾ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പിന്നിൽ അമേരിക്കയാണ്, അരവിന്ദ് കെജ്രിവാളിന്റെ പിന്നിൽ ജോർജ് സറസ് ആണ്, അരവിന്ദ് കെജ്രിവാളിന്റെ പിന്നിൽ ഇവിടുത്തെ ഖാലിസ്ഥാൻവാദികളാണ്. ഇതൊക്കെ നിങ്ങൾ ആരോടാ പറയുന്നത്? നിങ്ങൾ ആരോടാണ് BJP-ക്കാരെ ഇതൊക്കെ പറയുന്നത്? കാലം ഒരുപാട് മാറിപ്പോയി. മീനച്ചിലാറിലൂടെ ഒരുപാട് ജലം ഒഴുകിപ്പോയി. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇന്നൊരു കാര്യം വന്നാൽ അതിനെ ഫാക്ട് ചെക്ക് ചെയ്ത് അതിന്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു പുതിയ തലമുറയുടെ കാലത്തന്നെ BJP-ക്കാരാ നിങ്ങൾ വർക്ക് ചെയ്ത് ഓർക്കണം. നിങ്ങൾക്ക് കുറച്ചു നാൾ കൂടെ ഇവിടുത്തെ ജനതയെ മുഴുവൻ പറ്റിക്കാൻ പറ്റും. പക്ഷെ അടുത്ത തലമുറ ഇവിടെ ഉയർന്നു വരുന്നുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. എല്ലാം മനസ്സിലാക്കിയിട്ട് അതിന്റെ സത്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പുതിയ തലമുറ വരുന്നുണ്ട്. നിങ്ങളുടെ വർഗീയ രാഷ്ട്രീയമല്ല ഞങ്ങൾക്ക് വേണ്ടത്. ആം ആദ്മി പാർട്ടി ഡൽഹിയിലും പഞ്ചാബിലും കൊണ്ടുവന്നത് പോലെ നല്ല വിദ്യാഭ്യാസമാണ് ഇവിടുത്തെ തലമുറയ്ക്ക് വേണ്ടത്. നല്ല വിദ്യാഭ്യാസം. നമ്മള് വിദ്യാഭ്യാസം സൗജന്യമായിട്ട് കൊടുക്കുന്ന സംസ്ഥാനങ്ങളെയൊക്കെ നോക്കണം. ആ സംസ്ഥാനങ്ങൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകത ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം പറയാം. കഴിഞ്ഞ വർഷം നീറ്റ് എൻട്രൻസിന് വേണ്ടി ഡൽഹിയിലെ സാധാരണ സ്കൂളുകളിൽ പഠിച്ച 1500ഓളം കുട്ടികൾക്ക് നീറ്റിന് സെലക്ഷൻ കിട്ടിയെങ്കിൽ
നമ്മുടെ ഇവിടുത്തെ കുട്ടികളൊക്കെ എവിടെ പോയി എത്ര ലക്ഷം കൊടുത്ത് പഠിച്ചാണ് നീറ്റിന് അഡ്മിഷൻ കിട്ടുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾക്ക് ഇതിന്റെ വ്യത്യാസം മനസ്സിലാകുന്നത്. അതായത് ഡൽഹിയിലെ സാധാരണക്കാരന്റെ പട്ടിണിപ്പാവങ്ങളുടെ മക്കൾ പഠിക്കുന്ന ഡൽഹിയിലെ സാധാരണ സ്കൂളിൽ പഠിച്ചു വന്ന 1500 കുട്ടികൾക്ക് നീറ്റിന് യോഗ്യത നേടിക്കൊടുക്കുവാൻ ആം ആദ്മി പാർട്ടിയുടെ വിദ്യാഭ്യാസ നയത്തിന് സാധിച്ചുവെങ്കിൽ ഈ വിദ്യാഭ്യാസ നയം ഇനിയും ഞങ്ങള് ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. പിന്നെ നിങ്ങൾക്ക് വർഗീയത പറഞ്ഞുകൊണ്ട് സ്വന്തം സുഹൃത്തിനെ, സ്വന്തം അയൽവക്കക്കാരനെ എന്റെ ജാതിയിൽപ്പെട്ടവനല്ല, എന്റെ മതത്തിൽപ്പെട്ടവനല്ല എന്നൊരൊറ്റ കാരണത്തിന് അവന്റെ പള്ളയ്ക്ക് കത്തിവയ്ക്കാൻ നടക്കുന്നവരെ വിദ്യാഭ്യാസം കൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് അരവിന്ദ് കെജ്രിവാളിന് മനസ്സിലായെങ്കിൽ ആ മനസ്സിലായ കാര്യങ്ങള് ഇവിടുത്തെ ഓരോ ആം ആദ്മി പാർട്ടിക്കാരനും ഏറ്റെടുക്കും. അത് ഞങ്ങൾക്ക് ചെയ്യാനറിയാം. നിങ്ങൾക്ക് എത്ര നാൾ അദ്ദേഹത്തെ തടവിലിടാൻ പറ്റും? നിങ്ങൾക്ക് എത്ര നാൾ സാധിക്കും അദ്ദേഹത്തെ തടവിലിടാൻ? സഞ്ജയ് സിംഗിന്റെ കേസ് പോലെ, മനീഷ് സിസോദിയയുടെ കേസ് പോലെ, സത്യേന്ദ്ര ജയിന്റെ കേസ് പോലെ എത്ര നാൾ നിങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റും? ഒന്ന് ഓർത്തോണം, നിങ്ങളുടെ സിൽബന്ധികള് ഡൽഹിയിൽ വ്യാജമദ്യം ഒഴുക്കിക്കൊണ്ട് കോടികൾ പെയ്തുകൊണ്ടിരുന്നത് അതിന്റെ കട വെട്ടിക്കളയുവാൻ അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങിയപ്പോഴല്ലേ നിങ്ങൾക്ക് ഡൽഹിയിലെ മദ്യനയം തെറ്റാണെന്ന് തോന്നിയത്? ഡൽഹിയിലെ മദ്യനയം ഡൽഹിയിലെ നിയമസഭ പാസാക്കിയിട്ട് LG അനുമതി കൊടുത്തപ്പോഴൊന്നും ഈ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾക്ക് പറയാനില്ലായിരുന്നു. അന്ന് വളരെ നല്ല മദ്യനയമായിരുന്നു. പക്ഷെ നിങ്ങളുടെ സിൽബന്ധികൾക്ക്, നിങ്ങളുടെ കൂട്ടാളികൾക്ക് വ്യാജമദ്യത്തിലൂടെ ഉണ്ടാക്കിയിരുന്ന കോടികൾ കിട്ടാതായപ്പോൾ അഴിമതിക്കെതിരെ പോരാടിയ അരവിന്ദ് കെജ്രിവാളിനെ അഴിമതിക്കാരനെന്ന് ചിത്രീകരിച്ചുകൊണ്ട് തടവറയിൽ അടയ്ക്കാൻ നോക്കുന്നെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് കൂടെ പറയേണ്ടി വരും. എന്നിരുന്നാലും ഈ ഇലക്ഷൻ വരുമ്പോൾ ആം ആദ്മി പാർട്ടി ഉയർത്തിയിരിക്കുന്ന ഒരു സ്ലോഗൻ ഉണ്ട്. ഒരു കാരണവശാലും BJP ജയിപ്പിക്കാൻ പാടില്ല, ഒരു കാരണവശാലും. നിങ്ങൾ ബാക്കി ആരെയും നോക്കിക്കോളൂ, ഞങ്ങൾക്കതൊരു വിഷയമല്ല. പക്ഷെ ആം ആദ്മി പാർട്ടി ഈ ഇലക്ഷന് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു കാര്യമാണ് BJP വീണ്ടും വരാൻ പാടില്ല, BJP ജയിക്കാൻ പാടില്ല, നോ BJP എന്നുള്ള സ്ലോഗൻ. അതിവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും ഏറ്റെടുക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ആം ആദ്മി പാർട്ടിയുടെ ഒരു സന്നദ്ധ സേവകൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. ഇന്നിവിടെ കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ അടക്കമുള്ളവർ ഈ ഉപവാസത്തിന് വന്നിട്ടുണ്ട്. പഴയ കാലത്തെ പ്രവർത്തനമല്ല. ആം ആദ്മി പാർട്ടി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരുപാട് വളർന്നു. നമ്മളൊക്കെ തുടക്കകാലത്ത് ആലോചിച്ചിരുന്നു ഇവിടുത്തെ മലയാളികളെ ഈ ഒരു പുതിയ മാറ്റം, ഈ പുതിയ വിപ്ലവം പറഞ്ഞു പഠിപ്പിച്ച് നമ്മുടെ വഴിക്ക് കൊണ്ടുവരുവാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഒരുപാട് ആശങ്കയില് ഒരുപാട് നാൾ ഞങ്ങളൊക്കെ കാത്തിരുന്നിരുന്നു. മാറി, മലയാളികൾ മാറാൻ തുടങ്ങി. യഥാർത്ഥ രാഷ്ട്രീയം, മാറ്റത്തിന്റെ കൊടുങ്കാറ്റ്, മാറ്റം സാധ്യമാണെന്നുള്ള കാര്യം മലയാളികൾക്ക് മനസ്സിലായി. ഇന്ന് കേരളത്തിലെ ഓരോ ജില്ലകളിൽ നടക്കുന്ന ഈ ഉപവാസ സമരങ്ങളിലെ ജനപങ്കാളിത്തം അതിനെയാണ് അരക്കിട്ടുറപ്പിക്കുന്നത്. ഈ യോഗത്തിൽ പങ്കെടുത്ത ഈ കോട്ടയം ജില്ലയിലെ എല്ലാവർക്കും ആം ആദ്മി പാർട്ടിയുടെ വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുകയാണ്. ജയിലിൽ കിടക്കുന്ന അരവിന്ദ് കെജ്രിവാളിനും ജയിലിൽ കിടക്കുന്ന മനീഷ് സിസോദിയയ്ക്കും സത്യേന്ദ്ര ജയിലിനും ഞങ്ങളുടെ വിപ്ലവകരമായ ഐക്യദാർഢ്യം കൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സ്വരാജ്.